ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ അതിലൊരു 7 പഴമാണ് കേട്ടോ എടുക്കണം. പഴം വളരെ ചെറുതാണ്. അപ്പോൾ അത് 2 കഷ്ണം നെടുകെ കീറി 2 കഷ്ണമാക്കിയിരിക്കുക. പിന്നെ 1 ഗ്ലാസ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ്, ഏലക്കപ്പൊടി 1 സ്പൂണ്, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി, നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വെള്ളമൊഴിച്ച് നമുക്കത് പാവാക്കി എടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പഴം മുക്കി ഇട്ട് കൊടുക്കാം. ഭയങ്കര ചെറിയ പഴം കേട്ടോ, പക്ഷെ ഭയങ്കര പഴുപ്പായി. അതുകൊണ്ട് എനിക്കിത് ഉണ്ടാക്കാൻ തോന്നിയത്. വളരെ പഴുത്ത പഴമാണ് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ടേസ്റ്റ്. അതുപോലെ പഞ്ചസാര പാവിൽ ഇത്തിരി ചേർക്കും വേണ്ട. അപ്പോൾ 2 കൂടി നല്ല മധുരമായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു 4 എണ്ണം ഇടാം. പഞ്ചസാര ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷെ അരിപ്പൊടി ഇട്ട കാരണം നല്ല ക്രിപ്സി ആയിട്ട് തന്നെ കിട്ടും. വേഗം ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചുള്ളപ്പോഴേക്കും കടി റെഡിയാക്കി എടുക്കാം. വേറെ ഒന്നും മാറ്റി വയ്ക്കാനൊന്നുമില്ലല്ലോ, വേഗം നമുക്ക് ചേർത്ത് ഉണ്ടാക്കല്ലേ വേണ്ടി. പഴംപൊരി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ചായക്ക് കടിയായിട്ട് പഴംപൊരി കിട്ടിയ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാനിന്ന് പഴംപൊരി ആക്കാന്ന് വെച്ചു. നല്ല പഴുത്ത പഴം കണ്ടപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ തോന്നുന്ന ഒരാളാണ് ഞാൻ. കാരണം നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണല്ലോ പഴംപൊരി. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 2 സ്റ്റെപ്പ് ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വല്ല തുടക്കക്കാരൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേന്നൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം പഴംപൊരി ഉണ്ടാക്കാനൊക്കെ. എന്നാലും എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും നമുക്ക്. അതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല. ബേക്കിംഗ് സോഡയൊക്കെ കഴിയുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ വയറിനൊന്നും അത്ര നല്ലതല്ല അത്. ചേർക്കേണ്ട ചിലതിൽ ഇപ്പോൾ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെയൊക്കെ നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ചെയ്യാന്നുള്ളത്. ഈ അപ്പം ഉണ്ടാക്കണതിലൊന്നും നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കരുത് ഞാൻ പറയും. അല്ലാണ്ട് നല്ല ഈസി ആയിട്ട് നല്ല അപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികളുള്ളടത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ നിർത്താം. നല്ല ക്രിപ്സി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും. നല്ല പഴുത്ത പഴമാണ് തന്നെ, അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു. ബൈ.